ഹായ് ഗൈസ്, ഹൗ ആർ യു? വെൽക്കം ബാക്ക് ടു ദ ചാനൽ. സൂപ്പർ ഹീറോസിനെ പോലെയാവാൻ ഇഷ്ടമല്ലാത്തവർ ആരും ഉണ്ടാവില്ല. എന്നാൽ സിനിമയിൽ മാത്രമേ നിങ്ങൾ സൂപ്പർ ഹീറോസിനെ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ. കാരണം റിയൽ ലൈഫിൽ സൂപ്പർ ഹീറോ ആവുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ സിനിമാ ലോകത്ത് തന്നെ വളരെ വിചിത്രമായ ചില സൂപ്പർ ഹീറോസ് ഉണ്ട്. ശരിക്കും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന സൂപ്പർ ഹീറോസ്. സോ അവ ഏതൊക്കെയാണ് എന്നറിയാൻ ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ തികച്ചും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമ്പർ 8, ടൂത്ത് ചൈൽഡ്. നമ്മുടെ ശരീരത്തിൽ എത്ര പല്ലുകളുണ്ട്? 32 എണ്ണമല്ലേ? എന്നാൽ ശരീരം മുഴുവൻ പല്ലുള്ള ഒരാളുണ്ട്. അമേരിക്കൻ ചാനലായ സീറോ എന്ന ചാനലിൻ്റെ ഒരു ഹൊറർ സീരീസിലാണ് ടൂത്ത് ചൈൽഡ് എന്ന ക്യാരക്ടർ ഉള്ളത്. ഈ ഒരു ക്യാരക്ടറിൻ്റെ ശരീരം മുഴുവൻ പല്ലുകളാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ കണ്ടാൽ തന്നെ നമ്മുടെ ബോധം പോവും. കാര്യം സിനിമയിലാണെങ്കിലും ഇതിനെ നേരിട്ട് കാണുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്തായാലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. റബ്ബർ കൊണ്ട് നിർമ്മിച്ച പല്ലുകൊണ്ടുള്ള ഒരു സ്യൂട്ട് മാത്രമാണ് ഇതിലെ സൂപ്പർ ഹീറോ ധരിച്ചിരിക്കുന്നത്. കൊസാൻഡ്ര കോൺസില്ല എന്ന നടിയാണ് പല്ലു മനുഷ്യന്റെ രൂപം ചെയ്തിട്ടുള്ളത്. നമ്പർ 7, ദി വാൾ. മാർവൽ കോമിക്സിന്റെ ഒരുപാട് ക്യാരക്ടേഴ്സിനെ നിങ്ങൾ കണ്ടു കാണും. മാർവലും ഡിസിയും മത്സരിച്ചാണ് സൂപ്പർ ഹീറോസിനെ ഇറക്കുന്നത്. എന്നാൽ അതിലെ സൂപ്പർ ഹീറോസിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അതിലെ വിയേർഡ് ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ്. ജേഷോ വാൽഡിമയർ എന്ന ഹീറോ വാൾ എന്നാണ് അറിയപ്പെടുന്നത്. ജേഷോ ഒരു കെട്ടിടത്തിൽ പണിയെടുക്കുകയായിരുന്നു. പെട്ടെന്നാണ് ചുമർ ഇടിഞ്ഞ് അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് വീഴുന്നത്. ചിലതൊക്കെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒട്ടിപ്പിടിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം ദി വാൾ എന്നാണ് അറിയപ്പെടുന്നത്. സിനിമകളിൽ ഇദ്ദേഹം പ്രത്യക്ഷപ്പെടാറില്ലെങ്കിലും കഥകളിൽ ഇദ്ദേഹത്തെക്കുറിച്ച് പറയാറുണ്ട്. നമ്പർ 7, പംകിൻ റാപ്പർ. ഒരു കാലത്ത് എന്നെയൊക്കെ ടിവിക്ക് മുന്നിൽ ഇരുത്തിയ ഒരു പ്രോഗ്രാമാണ് പവർ റേഞ്ചേഴ്സ്. ഇന്നത്തെ പിള്ളേർക്ക് അത് എന്താണെന്ന് അറിയുന്നുണ്ടാവില്ല. വിവിധ കളറുള്ള സ്യൂട്ടുകൾ ധരിച്ച ഹീറോസിനെ അതിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതിലെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് പംകിൻ റാപ്പർ. ഈ ഒരു ക്യാരക്ടർ മുഴുവൻ പംകിൻ കൊണ്ടുള്ള കളിയാണ്. യുദ്ധം ചെയ്യുമ്പോഴും ഫൈറ്റ് ചെയ്യുമ്പോഴും ഈ ക്യാരക്ടർ പംകിനാണ് ഉപയോഗിക്കുക. പവർ റേഞ്ചേഴ്സിന്റെ പല എപ്പിസോഡുകളിലും ഈ ക്യാരക്ടർ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നമ്പർ 5, ആനിമൽ, വെജിറ്റബിൾ, മിനറൽ മാൻ. ധൂം പെട്രോൾ സൂപ്പർ ഹീറോസിന്റെ ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സൂപ്പർ ഹീറോസിനും ഒരു വില്ലനും കാണും. അതിൽപ്പെട്ട ഒരു ക്യാരക്ടറാണ് ആനിമൽ, വെജിറ്റബിൾ, മിനറൽ മാൻ. ഓർജ് പോർജ് മാൻ എന്നും ഈ ഒരു ക്യാരക്ടറിനെ അറിയപ്പെടുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ കഴിവ് എന്താണെന്ന് വെച്ചാൽ ശരീരത്തിന്റെ ഏതു ഭാഗവും ഒരു മൃഗത്തിന്റെ ഭാഗമാക്കാൻ ഇയാളെ കൊണ്ട് സാധിക്കും. കോമിക്സ് ബുക്കുകളിലൊക്കെ ഒരു അഡാറ് വില്ലനായിട്ടാണ് ഈ ക്യാരക്ടറിനെ കാണിച്ചിട്ടുള്ളത്. നമ്പർ 4, സീബ്ര മാൻ. അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ സൂപ്പർ ഹീറോസ് വരുന്നത്. ഇന്ത്യയിൽ നിന്നാകെ ശക്തിമാനും കൃഷി മാത്രം. ഇനി നമ്മുടെ മിന്നൽ മുരളി കൂടി വരാനുണ്ട്. എന്നാൽ സീബ്രാമാൻ ജപ്പാനീസ് ക്യാരക്ടറാണ്. 2004 ഇറങ്ങിയ ഒരു കോമഡി സീരീസിലാണ് സീബ്രാമാൻ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. സ്കൂൾ ടീച്ചർക്കാരനായ ഒരു സാധാരണക്കാരനെ ഏലിയൻ വഴിയാണ് സൂപ്പർ പവർ കിട്ടുന്നത്. അങ്ങനെ അയാൾ സീബ്രയുടെ വേഷമണിഞ്ഞ് നാടിനെ രക്ഷിക്കുന്നതാണ് ഈ കഥയിൽ പറയുന്നത്. എന്തായാലും കുട്ടികൾക്കെല്ലാം ഇഷ്ടമാവുന്ന ഒരു സ്റ്റോറി തന്നെയാണ് സീബ്രാമാൻ. നമ്പർ 6, ദി ടീക്ക്. 1980 വലിയ ഓളം ഉണ്ടാക്കിയ ഒരു സൂപ്പർ ഹീറോയാണ് ടീക്ക്. എന്നാൽ ഇത് സൂപ്പർ ഹീറോ അല്ല, സൂപ്പർ ഹീറോസിനെ ട്രോളുന്ന ഒരു സൂപ്പർ ഹീറോയാണ്. ഒരുപാട് കോമിക്സ് ബുക്കുകളിലും ഇദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നീല നിറത്തിലുള്ള സ്യൂട്ട് ധരിച്ച ഇദ്ദേഹത്തിന് ചില സൂപ്പർ പവറുമുണ്ട്. 90കളിലെ കുട്ടികളുടെ പ്രധാന ഹീറോ ആയിരുന്നു ടീക്ക്. നമ്പർ 2, ക്രിംസൺ ബോൾട്ട്. 2010 ക്രിംസൺ ബോൾട്ട് എന്ന സൂപ്പർ ഹീറോന്റെ സിനിമ പുറത്തു വരുന്നത്. രസകരമായ കാര്യം എന്തെന്നാൽ ഈ സിനിമയിൽ ഇദ്ദേഹം ഒരു സൂപ്പർ ഹീറോയല്ല, മറിച്ച് സൂപ്പർ പവർ ഉണ്ട് എന്ന് സ്വയം വിശ്വസിച്ച് നടക്കുന്ന ഒരാൾ. ഒരു പൈപ്പ് ഉപയോഗിച്ചാണ് ഇയാൾ ഫൈറ്റ് ചെയ്യുന്നത്. വളരെ കോമഡി ആയിട്ടാണ് ഈ ഒരു മൂവി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സമയം കിട്ടുമ്പോൾ ഈ സിനിമ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. നമ്പർ 1, ബിയേർഡ് ഹണ്ടർ. ധൂം പെട്രോളിന്റെ വളരെ വിചിത്രമായ ഒരു വില്ലൻ ക്യാരക്ടറാണ് ബിയേർഡ് ഹണ്ടർ. 1991 ആദ്യമായി ഈ ക്യാരക്ടർ പുറത്തു വരുന്നത്. ഹോർമോൺ വ്യതിയാനം കാരണം മുഖത്ത് രോമം വരാത്ത ഒരാളാണ് ഈ കഥയിലെ വില്ലൻ. മാത്രമല്ല അതുകൊണ്ട് താടിയുള്ള മനുഷ്യരെ തിരഞ്ഞു പിടിച്ചു കൊല്ലുക എന്നാണ് ഇതിലെ ക്യാരക്ടറിന്റെ മെയിൻ ആയിട്ടുള്ള ഹോബി. ശരിക്കും ഒരു സൈക്കോ വില്ലൻ.
അപ്പോൾ വളരെ വിചിത്രമായ ഏതാനും ചില സൂപ്പർ ഹീറോസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾ കരുതി കാണും എന്തിനാണ് ഈ ഒരു വീഡിയോ കണ്ടതെന്ന്. അതുപോലെ തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്, എന്തിനാണ് ഈ വീഡിയോ ചെയ്തതെന്ന്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ചാനലും ഈ ഒരു വീഡിയോയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.